ഈ കാണുന്ന ഐറ്റം ഉണ്ടല്ലോ, ഇത് നമ്മൾ കറണ്ടിൽ കുത്തിയിട്ട് സ്പ്രേ ചെയ്യുന്ന സ്പ്രേ ഗണ്ണാണ് കേട്ടോ. നമുക്കിതിനകത്ത് ഏറ്റവും ചെറിയൊരു മുതൽ മുടക്കിൽ ഏകദേശം ഇത് 750 മില്ലി കൊള്ളുന്നതായിട്ടുള്ള ഒരു സ്പ്രേ ഗണ്ണാണ്. ഇതിന് ഏകദേശം നമുക്ക് മുടക്കായിരിക്കും തുക 1500 രൂപയോളം വരുത്തേക്കുന്നത്. ഏഷ്യൻ പെയിൻ്റ് എന്നൊരു കമ്പനിയുടെ. ഇതുപോലെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ മാത്രമല്ല, ബർജർ അങ്ങനെ മെയിൻ കമ്പനികളെല്ലാം ഇതുപോലത്തെ ഗണ്ണ് ഇറക്കുന്നുണ്ട് കേട്ടോ. ഇത് പൊതുവേ അവർ ഇനാമൽ അടിക്കാനായിട്ടും അതുപോലെ എമൽഷൻ അടിക്കാനൊക്കെ ആയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളിത് എപ്പോക്സി പ്രൈമറാണ് കേട്ടോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് റൂഫ് വർക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ GP പൈപ്പും GI പൈപ്പൊക്കെയും നമ്മൾ ബൾക്കായിട്ട് ഒരുപാട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ അല്പം പെയിൻറ്റ് നമുക്ക് ലോസ് വരും. എന്നാൽ പോലും നമുക്ക് ഏറെ ഭംഗിയും വേഗത്തിലും ഫിനിഷിങ്ങും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലുള്ള സ്പ്രേ ഗണ്ണ് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വലിയ വീടിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈപ്പ് നമുക്ക് പെയിൻറ്റ് അടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു മുതലാണ് കേട്ടോ. ഇതിൻ്റെ ആകെപ്പാടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ സംഭവം ടിന്നറിട്ട് നല്ല രീതിയിൽ കഴുകി തുടച്ച് നമ്മൾ പാർട്സായിട്ട് എല്ലാം നമ്മൾ ഊരി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല ഹോളുകളും അടഞ്ഞു പോയിട്ട് പിന്നെ ഇത് സ്പ്രേ ഗണ്ണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആവും. ഈ ഗണ്ണുകളുടെ എല്ലാം വീഡിയോ പല തവണ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നെഗറ്റീവായിട്ട് പറയുന്നത് ഇത് മറ്റുള്ള ഗണ്ണ് പോലെ അല്ലെങ്കിൽ നമ്മൾ കംപ്രസർ പോലെ ഇതൊന്നും ലൈഫ് കിട്ടത്തില്ലെന്ന്. പക്ഷേ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ സംഭവം ഉപയോഗിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നമ്മൾ എമൽഷനൊക്കെ അടിക്കുന്ന സമയത്ത്, വീടിൻ്റെ പണിയൊക്കെ ചെയ്ത സമയത്ത് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അന്നേരം നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ച് കഴുകി നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള എപ്പോക്സി പ്രൈമറുകൾ, അതല്ലെങ്കിൽ ഗേറ്റിൻ്റെ വർക്കുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇനാമൽ പെയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ടിന്നർ ഉപയോഗിച്ച് കഴുകി തുടച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പം ഏറ്റവും ചെയ്യേണ്ടതിൻ്റെ പാർട്സുകളെല്ലാം സെപ്പറേറ്റായിട്ട് ഊരി വെച്ച് ശേഷം മാത്രമേ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് അടച്ചു വെക്കാവുള്ളൂ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇരിക്കും അതിൻ്റെ ലൈഫും കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.